രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. സാധാരണ രീതിയിൽ കരുത്തന്മാരെ കാണിക്കുന്നത് പൊതുവെ പുരുഷന്മാരെയാണ്. പക്ഷേ ശക്തിയുടെ പ്രതീകമായി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദുർഗാദേവിക്ക് മുന്നിലാണ്. പൈസ സമ്പാദിക്കുന്നത് പൊതുവെ സമൂഹത്തിലെ പുരുഷന്മാരാണ്. പക്ഷെ ധനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അറിവും പുരുഷന്റെ മേധാവിത്വത്തിലാണ് കാണിക്കാറുള്ളത്. പണ്ട് സ്ത്രീകളെ പഠിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. എന്നാൽ എല്ലാവരും വിദ്യയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്, എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിദ്യാസമ്പന്നരും അറിവിന് വേണ്ടി, വിദ്യയ്ക്ക് വേണ്ടി, ബുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് സരസ്വതി ദേവിയാണ്. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യയും ധനവും ശക്തിയുമെല്ലാം പൊതുവെ സമൂഹത്തില് പുരുഷന്മാരുടെ മേധാവിത്വം എന്ന് കാണിക്കുന്നുവെങ്കിലും, പക്ഷേ ദേവിയുടെ രൂപത്തില് ഇതെല്ലാം ആർജിക്കാൻ വിദ്യയ്ക്കും ശക്തിക്കും സമ്പത്തിനും ദേവിയുടെ മുന്നിൽ പോയിട്ട് തല കുമ്പിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ പൂർവികര് പുരാതന കാലഘട്ടം മുതൽ നമ്മുടെ ഭാരതം ഇത്രയും ശ്രേഷ്ഠമായൊരു സംസ്കാരം, അതായത് മാതൃഭാവത്തിന് മുന്നില്, ദേവീഭാവത്തിന് മുന്നില്, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളെ പ്രതി ഇത്രയധികം ആദരവ് നൽകുന്ന ഒരു നാട്, ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. അപ്പൊ ആ ഭാരതീയ സംസ്കൃതി ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി മറ്റൊരു സംവരണമെന്നോ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റോ ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. എല്ലാവരും ഇത് മനസ്സിലാക്കി അതിനനുസരിക്കുന്ന ഒരു യോഗ്യമായ ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് കേവലം നവരാത്രി പൂജയിൽ മാത്രം ഒതുങ്ങരുത്. മറിച്ച് എല്ലാവരെയും പ്രതിയും, പ്രത്യേകിച്ചും അമ്മമാരെയും സ്ത്രീകളെയും പ്രതി, പെൺകുട്ടികളെ പ്രതിയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്, ഭാരതനാട്, അതിപുരാതന കാലം മുതൽ, നമ്മുടെ ഋഷിമാരുടെ കാലം മുതൽ എത്ര ശ്രേഷ്ഠ സംസ്കാരത്തെ ഉയർത്തി കാണിച്ചു, അതേ സംസ്കാരത്തിൻ്റെ സമ്പത്ത് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എന്ന മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സമൂഹം നമുക്ക് നമ്മുടെ ഈ രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ആ ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയുടെ ആധാരം. നമുക്ക് പൂജയുടെ വേളയിൽ ശ്രീലക്ഷ്മി നമ്മൾ പൂജിക്കുന്നത് പൂജാവേളയിലായിക്കോട്ടെ, നവരാത്രിക്കായിക്കോട്ടെ, അല്ലാത്ത സമയത്താണെങ്കിലും ലക്ഷ്മി ദേവി നമ്മളെപ്പോഴും പൂജിക്കുന്നത് ധനത്തിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ ചിത്രമേ മുന്നിൽ വരുന്നത് കൈകളിൽ നിന്ന് ധനം, സ്വർണ്ണ നാണയങ്ങൾ വീഴുക, കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരാറുള്ളത്. എല്ലാവരും ധനത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി ദേവിയുടെ മുന്നിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. ധനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിന് എല്ലാത്തിനും നമുക്ക് പൈസ വേണം. ധനം എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ധനമുണ്ട്. ഒന്ന് പൈസ, മറ്റൊന്ന് ധനം. ജ്ഞാനവും ധനമാണ്. നമ്മൾ പറയില്ലേ, സംസ്കാരവും നമ്മുടെ ധനമാണ്. സംസ്കാര സമ്പന്നൻ എന്ന് പറയാം. അപ്പം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് സംസ്കാരമാണ്. ഒരു കോടികൾ ആരുടെ കയ്യിലുണ്ടോ അവരെ മാത്രം നമ്മൾ അത് പൈസ കൊണ്ട് സമ്പന്നൻ എന്ന് പറയും. പക്ഷെ പൈസ ഉള്ളത് കൊണ്ട് മാത്രം സംസ്കാര സമ്പന്നൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സംസ്കാരവും നമ്മുടെ സമ്പത്താണ്. അത് അവിനാശി സമ്പത്താണ്. സംസ്കാരം, സ്വഭാവം, സദ്ഗുണങ്ങള്, നല്ല ശീലങ്ങള്.
മറ്റെത്ര കോടിയും ലക്ഷവും ഉണ്ടെങ്കിൽ ഇന്നുണ്ട്, അടുത്ത സെക്കൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാകാം. ഈ പ്രളയം വന്നപ്പോൾ പോലും നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിൽ, നമ്മുടെ കേരളത്തിലെ പ്രളയം വന്നപ്പോഴാകട്ടെ, മറ്റ് പല ഭാഗങ്ങളിലെ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴാകട്ടെ, വലിയ വലിയ കോടീശ്വരന്മാർ പോലും അടുത്ത ദിവസം എല്ലാ ഇഴകളോടൊപ്പം സാധാരണക്കാരോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്ഥൂലമായ ധനം, എത്ര കോടികളുടെ ആസ്തി നമുക്കുണ്ടെങ്കിലും ചില സമയത്ത് അത് ഒരു രൂപ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ കേരളത്തിലെ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരുടെയും ബാങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷെ ആ പൈസ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ചുറ്റുപാട് നിറയെ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ യോഗ്യമായ വെള്ളമില്ലാതെ വിഷമിക്കുന്ന എല്ലാവരുടെയും ചിത്രം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. പണ്ടിതെല്ലാം നമ്മൾ ന്യൂസുകളായിട്ട് പല രാജ്യങ്ങളിൽ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പ്രളയ ദുരന്തം ഉണ്ടായ സമയത്ത് ഇതിനെല്ലാം നമുക്ക് ദൃക്സാക്ഷികളായിട്ട് മാറാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ജീവിതയാത്രയിൽ നമുക്ക് ധനം, പൈസ, ഒപ്പം സംസ്കാരത്തിൻ്റെ സമ്പത്ത്, സദ്ഗുണങ്ങൾ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതും നമ്മളോടൊപ്പം വേണം. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ ധനം സമ്പാദിക്കുകയാണെങ്കിൽ പോലും പൈസ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടത് പോലും സന്തോഷത്തോടു കൂടിയായിരിക്കണം. നമ്മുടെ വീട്ടിൽ പൈസ വരുന്നതിൻ്റെ പിന്നാലെ പൈസയുടെ കൂടെ ആരുടെയും വേദന വരരുത്. അത് വീട് വെക്കാൻ വേണ്ടി വന്ന പൈസയാണെങ്കിലും വിവാഹത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ ആ അധ്വാനത്തിൻ്റെ സമ്പാദ്യം നമ്മുടെ വീട്ടിൽ സന്തോഷത്തോടെ വരണം. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം വരണം. ഒരിക്കലും വഴിവിട്ട മാർഗത്തിൽ, അനാവശ്യ മാർഗത്തിൽ ആർക്കെങ്കിലും വേദന കൊടുത്തിട്ടോ, ആരെയെങ്കിലും ചതിച്ചിട്ടോ, പറ്റിച്ചിട്ടോ, സങ്കടപ്പെടുത്തിയിട്ടോ ഒരു രൂപ പോലും നമ്മുടെ വീട്ടിലേക്ക് വരരുത്. എന്താ കാരണം? നമ്മുടെ വീട്ടിലേക്ക് വന്ന പൈസയോടൊപ്പം ആരുടെയെങ്കിലും വേദനയോ വിഷമമോ ദുഃഖമോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും വീട് വെക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് സുന്ദരമായ മണിമാളികകൾ ഉണ്ടാക്കാം, പക്ഷെ നമുക്കവിടെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. ചിലർ പറയും, എൻ്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് MBBSന് അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ MDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പൈസ ഇത്രയും ഉണ്ടാക്കേണ്ടി വന്നത്, അതിനാണ് ഞാൻ കുറച്ച് വഴിവിട്ട് സഞ്ചരിച്ചത്, അല്ലെങ്കിൽ നേരില്ലാത്ത മാർഗത്തിൽ സഞ്ചരിച്ചത്. നേരില്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും അത് 1 രൂപയാണോ 1 കോടിയാണോ എന്നുള്ളതല്ല. അധാർമിക മാർഗത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചാലും അത് നമുക്കുണ്ടാക്കുന്ന അസ്വസ്ഥത, മറ്റുള്ളവർക്കുണ്ടാക്കിയ അസ്വസ്ഥത, ആർക്കൊക്കെ അസ്വസ്ഥത കൊടുത്തിട്ടാണോ ആ ധനം നമ്മുടെ വീട്ടിൽ വന്നത്, നമ്മുടെ പോക്കറ്റിൽ വന്നത്, അത് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുമ്പോഴും നമ്മളതിനെ ഏതേത് കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴും അവിടങ്ങളിലെല്ലാം നമുക്ക് അസ്വസ്ഥത കാണാം. നമുക്ക് അഡ്മിഷൻ വാങ്ങാൻ ഒരുപക്ഷെ കോളേജിൽ കഴിയുന്നുണ്ടാവും. അവിടെ പോയി നമ്മുടെ മകനോ മകളോ നല്ല രീതിയിൽ പഠിക്കണമെന്നില്ല. നല്ലൊരു ഡോക്ടറായിട്ട് പുറത്ത്, ഇനി പഠിച്ചു ഡിഗ്രി വാങ്ങി പുറത്തിറങ്ങി, പക്ഷെ ഒരു നല്ല ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ അവർ നാളെ ഒരു കുടുംബസ്ഥരായി മാറുമ്പോൾ നല്ലൊരു കുടുംബജീവിതം അവർ ജീവിക്കണമെന്നും യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇനി വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. പലരും പറയില്ലേ, പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളാണ് അല്ലെങ്കിൽ 3 പെൺകുട്ടികളാണ്, അവരെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തെറ്റായ മാർഗത്തിൽ പോയത്, അതുകൊണ്ടാണ് അങ്ങനെ സമ്പാദിച്ചത്. നമുക്കതിലൂടെ അവരുടെ വിവാഹം മാത്രമേ നടത്താൻ പറ്റൂ. വിവാഹം നടന്നിട്ട് ആ മക്കൾക്ക് മംഗളം, കല്യാണം ഉണ്ടാകണമെന്നില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മംഗളാണ്, നന്മയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ മംഗളം ഉണ്ടാക്കാൻ, നന്മയുണ്ടാക്കാൻ നമുക്ക് അസാൻമാർഗീയ മാർഗത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ധനം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സാധാരണ ടാക്സി ഓടിക്കണം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കണം, ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ പോലും അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഏത് പദവിയിൽ ഏത് പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടേ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമേ നമുക്ക് മധുരിക്കുള്ളൂ. അനാവശ്യ മാർഗങ്ങളിലൂടെ വന്നത് തീർച്ചയായിട്ടും നമുക്ക് കയ്പുണ്ടാകും. അതുകൊണ്ട് ശരിക്കും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശുദ്ധധനമാണ്. ശുദ്ധമായ മാർഗത്തിലൂടെ, ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിച്ച ആ ധനം നമുക്ക് സുഖം തരും, സന്തോഷം തരും. അതുകൊണ്ട് ധനശുദ്ധി ഏറ്റവും പ്രധാനമാണ്. ആ ശുദ്ധമായ ധനത്തെ തന്നെയാണ് നമ്മൾ
ലക്ഷ്മി എന്ന് പറയണേ. കാരണം അത് തന്നെയാണ് ഐശ്വര്യം. അതേ നമ്മുടെ ജീവിതത്തിന് സുഖവും ശാന്തിയും ഐശ്വര്യവും നൽകുകയുള്ളൂ. നവരാത്രി നമുക്കെല്ലാവർക്കും നൽകുന്ന അവബോധമാണത്. ശ്രേഷ്ഠ മാർഗത്തിലൂടെ സമ്പാദിക്കും, എന്നിട്ട് അതുകൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. ഇത് ധനത്തിൽ മാത്രം ശുദ്ധി പോരാ. ധനം നമ്മുടെ വീട്ടിലേക്ക് ശുദ്ധമായ മാർഗത്തിൽ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിചാരങ്ങളിലും ശുദ്ധി വേണം. നല്ലൊരു മനസ്സുള്ള ആൾക്ക് മാത്രമേ, നല്ല വിചാരങ്ങളുള്ള വ്യക്തി മാത്രമേ നല്ല കർമ്മങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ വിചാരശക്തി ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നമ്മളെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും നല്ല വിചാരങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ നമ്മളൊരു ഡോക്ടറാണ്, നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഡോക്ടറായി ആ പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു സേവനം കൊടുക്കുകയാണ്, നമുക്ക് അതിന്റെ കൂലി കിട്ടും. പക്ഷെ ആ പേഷ്യന്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ അവർക്ക് രോഗിയുടെ പാർട്ടാണ്, നമുക്ക് ഡോക്ടറുടെ പാർട്ടാണ്. പക്ഷെ നമ്മൾ ഡോക്ടറാണെങ്കിൽ അവർ രോഗിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ആരാണ്? ഈശ്വരന്റെ സന്താനങ്ങളാ. നമുക്ക് ഈ ജീവിത നാടകത്തിൽ കിട്ടിയ 2 റോളിലാണ് വ്യത്യാസം. പക്ഷെ ഈ റോള് അഭിനയിക്കുന്നത് 2 ശരീരങ്ങളിലും കുടികൊള്ളുന്നത് സോളാണ്. റോളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോൾ, ആത്മാവ്, പരമാത്മ സന്താനാണ്. ആ ഈശ്വരന്റെ സന്താനാണ് എൻ്റെ മുന്നിലിരിക്കണേ. എൻ്റെ തന്നെ സഹോദര ആത്മാവാണ്. അവരോടുള്ള എൻ്റെ സമീപനം, എൻ്റെ വ്യവഹാരം ശുദ്ധമാകണമെങ്കിൽ ഈ ശ്രേഷ്ഠ വിചാരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് നവരാത്രിക്ക് അഖണ്ഡ ദീപത്തിന്റെ പ്രധാനം. ആ പ്രാധാന്യം എന്താണ്? നമ്മുടെ ഉള്ളിൽ അഖണ്ഡമായി ദീപം ജ്വലിക്കണം. ഏത് ദീപം? ഞാൻ ആരാണെന്ന ബോധം. ആ ബോധമാണ് ഇവിടെ ദീപം പോലെ, കടാവിളക്ക് പോലെ ജ്വലിക്കേണ്ടത്. ഞാൻ ആരാണെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ, ഞാൻ ഈ പുറമേ കാണുന്ന ദേഹമല്ല, ഞാൻ വെറും എഞ്ചിനീയറും ഡോക്ടറും ഒരച്ഛനോ അമ്മയോ അമ്മായിയമ്മയോ അല്ല. ഇതിനുള്ളിൽ ഒരു ആത്മചൈതന്യമാണ് ഞാൻ. എനിക്ക് കിട്ടിയിരിക്കുന്ന വേഷമാണ് ബാക്കിയെല്ലാം. എൻ്റെ കൂടെ അഭിനയിക്കുന്നവരെല്ലാം ഇതേപോലെ ആത്മചൈതന്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒരു ഭഗവാന്റെ മക്കളാണ്. ആ ബോധം നമ്മുടെ ഉള്ളിലെ കടാവിളക്ക് പോലെ തെളിയുമ്പോൾ എന്താവും? നമ്മുടെ വിചാരങ്ങളിൽ ശുദ്ധി വരും. നമുക്ക് നമ്മളെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും നമ്മുടെ വ്യവഹാരം, പെരുമാറ്റം, എല്ലാവരോടുമുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ അപ്പോൾ ശുദ്ധി വരും. ആ പെരുമാറ്റ ശുദ്ധി നമുക്ക് കർമ്മശുദ്ധി ഉണ്ടാക്കും. അപ്പം നമ്മുടെ കർമ്മങ്ങൾ തീർച്ചയായും ശ്രേഷ്ഠമായിരിക്കും. ഈ ഒരു കർമ്മേന്ദ്രിയത്തിലൂടെ നമുക്ക് വികർമ്മം ചെയ്യാൻ തോന്നില്ല. ഈ കണ്ണും വേണ്ടാത്ത കുദൃഷ്ടിയിലേക്ക് മോശമായ ഒരാളെ നോക്കാൻ പോലും നമുക്ക് തോന്നില്ലേ. മോശമായ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരില്ലേ. അപ്പോൾ എന്തായി? നമ്മുടെ വാക്കിലെ സംസാരത്തിലും ശുദ്ധി വന്നു. അപ്പൊ വിചാരത്തിലെ ശുദ്ധി, വ്യവഹാരത്തിലെ ശുദ്ധി, നമ്മുടെ സംസാരത്തിലും ശുദ്ധി വരും. വാക്കുകൾ കൊണ്ടാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം കൊടുക്കണേ, ലഹളകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ, ബന്ധങ്ങളെല്ലാം കേടുവരുത്തിക്കൊണ്ടിരിക്കണേ. അപ്പം നമുക്ക് നമ്മുടെ നാവിൻ്റെ മേലെ അല്പം നിയന്ത്രണം, നല്ല വാക്കുകൾ പറയുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ തന്നെ ആ വാക്ശുദ്ധി തന്നെ എന്താവും? നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം, ഏറ്റവും വലിയ ലക്ഷ്മി. നാവിൻ്റെ മേലെയുള്ള നമ്മുടെ നിയന്ത്രണം. വാക്കുകളുടെ മേലെ കൺട്രോൾ ഉണ്ടെങ്കിൽ എന്തായി? ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ നല്ലത് പറയുമ്പം നമ്മളോടും എല്ലാവരും നല്ലത് പറയാനായിട്ട് തുടങ്ങും, ഇല്ലേ? അപ്പോൾ വാക്കുകളുടെ ശുദ്ധിയും ഏറ്റവും പ്രധാനമാണ് ജീവിതത്തിൽ. വാക്ശുദ്ധി മാത്രം പോരാ, പിന്നെയും നമ്മുടെ ആഹാരത്തിലും ശുദ്ധി വേണം. അന്നം പോലെ മനം എന്നല്ലേ പറയണത്. എങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവം. നമ്മൾ സദോ ഗുണി ആഹാരം കഴിച്ചാൽ സദോ ഗുണി സ്വഭാവം വരും. രജോ ഗുണി ആഹാരം കഴിച്ചാൽ രജോ ഗുണി സ്വഭാവം വരും. തമോ ഗുണി ആഹാരം കഴിച്ചാൽ തമോ ഗുണി സ്വഭാവം വരും. ആലോചിക്കുക, ഇപ്പം നമ്മളെല്ലാവരും എങ്ങനെയുള്ള ആഹാരം കഴിക്കണം. പൂജ നടക്കുന്ന സമയത്ത് ഈ 9 ദിവസം നമ്മളെല്ലാവരും വ്രതശുദ്ധി പാലിക്കും. അപ്പൊ ആഹാരത്തിൽ നിയന്ത്രണമുണ്ട്, വ്യവഹാരത്തിൽ നിയന്ത്രണമുണ്ട്, സംസാരത്തിലെല്ലാം വ്രതം പാലിക്കും നമ്മൾ. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലും ഇത് നമ്മൾ 9 ദിവസം മാത്രം പാലിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിത വ്രതമായിട്ട് മാറേണ്ട കാര്യങ്ങളാണ്. ജീവിതം വ്രതനിഷ്ഠമാകണം, ജീവിതം വ്രതനിഷ്ഠാകണം. വാക്കുകളുടെ കാര്യത്തിൽ തന്നെ നോക്കൂ. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഓരോ വ്രതം പാലിക്കാം. പാലിച്ചൂടെ? ഓരോ ദിവസത്തേക്ക് ഓരോ വ്രതം പാലിക്കും. ഇപ്പോൾ നമുക്ക് ഈ പൂജാവേളയിൽ ആരംഭിക്കാം. ഇത് ഈ നവരാത്രിയുടെ ഇത്ര നല്ല ഒരു പുണ്യവേളയല്ലേ? എല്ലാവരുടെയും മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സമയമല്ലേ?
പ്രത്യേകിച്ച് നമ്മൾ ശാരീരികമായ എല്ലാ ശുദ്ധികളും പാലിക്കുന്ന സമയമല്ലേ. അപ്പം ഈ സമയത്ത് നമുക്ക് ഈ വ്രതം എടുക്കാം. 7 ദിവസത്തേക്ക് 7 വ്രതം എടുക്കും. ഒരാഴ്ചയിൽ 7 ദിവസമാണല്ലോ. 7 വ്രതങ്ങൾ എടുക്കും. എന്ത് വ്രതം എടുക്കും? ഓരോ ദിവസവും ഓരോ ശുദ്ധി, ഒരു ശുദ്ധമായ നല്ല പെരുമാറ്റം. ഒരു തിങ്കളാഴ്ച വ്രതം എടുക്കും. എല്ലാ തിങ്കളാഴ്ചയും മനസ്സിൽ സങ്കല്പിക്കൂ, തിങ്കളാഴ്ച ദിവസം ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറും. ഇതാണ് എൻ്റെ തിങ്കളാഴ്ച വ്രതം. ആരെൻ്റെ മുന്നിൽ വന്നാലും, ഒരു ശത്രു എൻ്റെ മുന്നിൽ വന്നാലും ഏറ്റവും സ്നേഹമായിട്ട് പെരുമാറും. വീട്ടിലുള്ളവരോടും ആരെന്നോട് എന്ത് കാണിച്ചാലും ഞാൻ തിരിച്ച് സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകളെ പറയുള്ളൂ, സ്നേഹത്തോടെ പെരുമാറുള്ളൂ. എൻ്റെ ദൃഷ്ടിയിലും വാക്കിലും മുഖത്തിലും എല്ലാം സ്നേഹം എന്ന് പറയുന്ന ഗുണം ഞാൻ ദാനം കൊടുത്തുകൊണ്ടിരിക്കും. സ്നേഹത്തിൻ്റെ ദാനം, സ്നേഹമാകുന്ന ധനം ഞാൻ ദാനം ചെയ്യും. സ്നേഹധനം ദാനം ചെയ്യുന്ന ലക്ഷ്മിയായിരിക്കും ഞാൻ എല്ലാ തിങ്കളാഴ്ചയും. ആ സങ്കല്പം എടുക്കാം. അപ്പം ആ തിങ്കളാഴ്ച ദിവസം മുഴുവൻ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ഗുണം, ലക്ഷ്മിയെ പോലെ ആ ഗുണം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തോന്നും. ചൊവ്വാഴ്ച ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ സങ്കല്പം എടുക്കും, ഇന്നത്തെ ദിവസം ഞാൻ ശക്തിയായിരിക്കും, ശക്തിയുടെ ദാനം എല്ലാവർക്കും കൊടുക്കും. ഞാനും ശക്തിശാലിയായിട്ടിരിക്കും, എല്ലാവർക്കും ശക്തി പ്രദാനം ചെയ്യും. ആര് വന്നാലും അവരുടെ മനസ്സിന് ശക്തി കിട്ടുന്ന തരത്തിലുള്ള നല്ല വാക്കും നല്ല പെരുമാറ്റം എന്നിൽ നിന്നുണ്ടാവുള്ളൂ. അതുപോലെ ഇന്നത്തെ ദിവസം എൻ്റെ മുന്നിൽ ഏത് സാഹചര്യം വന്നാലും അവിടെ സഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും എല്ലാവരുടെ കൂടെ ചേർന്ന് പോകാനും എല്ലാവരുടെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ശക്തികളെ ഞാൻ കാര്യങ്ങളിൽ ഉപയോഗിക്കും. അപ്പം അന്നത്തെ ദിവസം നമ്മൾ ആരോടും പൊട്ടിത്തെറിക്കില്ല, ദേഷ്യപ്പെടില്ല, കൺട്രോൾ ഉണ്ടാവും. നമുക്ക് അഷ്ടശക്തികളെ നമ്മൾ ഉപയോഗിക്കും. ബുധനാഴ്ച സങ്കല്പം എടുക്കും, ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും വളരെ കരുണാഹൃദയം കാണിക്കും. കരുണയോട് കൂടിയിട്ടുള്ള പെരുമാറ്റം എന്നിൽ നിന്നുണ്ടാവും. ആരെന്താവശ്യത്തിന് എൻ്റെ മുന്നിൽ വന്നാലും എനിക്ക് കഴിയുന്ന വിധം എല്ലാം ഞാനത് ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളൊരു നല്ല കരുണാഹൃദയം. ഭഗവാന്റെ മക്കളാണ് എല്ലാവരും. എനിക്ക് എത്രത്തോളം എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ ഞാൻ സപ്പോർട്ട് കൊടുക്കും, സഹകരണം കൊടുക്കും. അതിനുള്ള ഒരു കരുണാ മനസ്സ്, എല്ലാവർക്കും സഹയോഗം കൊടുക്കുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന ഒരു ശീലം ഇന്നത്തെ ദിവസം ഞാൻ അത് കാണിക്കും. വ്യാഴാഴ്ച വീണ്ടും അടുത്ത സങ്കല്പം എടുക്കും. ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷത്തിൻ്റെ ദിനമാണ്. ഞാനും സന്തോഷമായിട്ടിരിക്കും. ആരെൻ്റെ മുന്നിൽ വന്നാലും അവർക്ക് സന്തോഷം ഞാൻ ദാനമായി കൊടുക്കും. വെള്ളിയാഴ്ച വീണ്ടും അടുത്ത സങ്കല്പം എടുക്കൂ, ഇന്ന് ഞാൻ സുഖസ്വരൂപ ദേവിയായിരിക്കും. ഞാനും സുഖമായിട്ടിരിക്കും, എല്ലാവർക്കും സുഖം കൊടുക്കും. എൻ്റെ പെരുമാറ്റത്തിലൂടെ സുഖം കൊടുക്കും. ഞാനൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അത് ആര് കഴിക്കണോ അവർക്ക് നല്ല സുഖം, നല്ല സന്തോഷം, നല്ല സമാധാനം ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്യും. എന്ത് ജോലി, ഏത് കസേരയിലാണ് നമ്മൾ ഇരിക്കണമെങ്കിലും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവർക്കും ഞാൻ സുഖം കൊടുക്കും. അവരെൻ്റെ അടുത്ത് നിന്ന് മടങ്ങി പോണത് തൃപ്തിയായിട്ടായിരിക്കും. അതിനനുസരിച്ച് ഞാൻ ഇന്നത്തെ എൻ്റെ ദിനചര്യ ഞാൻ ചിട്ടപ്പെടുത്തും. വീണ്ടും അടുത്ത ദിവസം ശനിയാഴ്ച വന്നു, വീണ്ടും സങ്കല്പം എടുക്കൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും വിനയത്തോടെ പെരുമാറും. വീണ്ടും ഓരോ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരം ശനിയാഴ്ചയ്ക്കൊരു സങ്കല്പം, ഞായറാഴ്ചയ്ക്കൊരു സങ്കല്പം, ഇപ്രകാരം 7 ദിവസവും നമ്മൾ 7 ഗുണങ്ങൾ നമ്മളുടെ മനസ്സിൽ സങ്കല്പിച്ച് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ മനസ്സിൽ ആ സങ്കല്പം കൊണ്ട് നമ്മൾ ഉണർന്നെഴുന്നേറ്റ് ഇതാണ് ഇന്നത്തെ എൻ്റെ വ്രതം. തിങ്കളാഴ്ചയിലെ വ്രതം എനിക്ക് സ്നേഹമാണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച വ്രതം എൻ്റെ ശാന്തിയാണ്. ഏതാണോ നമ്മൾ ഗുണം സങ്കല്പിച്ചത് രാവിലെ മുഴുവൻ ദിവസവും ആ ഗുണം എല്ലാവർക്കും കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഒരു ദേവിയായിരിക്കും. ദേവി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം കാണണം. അതുകൊണ്ട് ഈ നവരാത്രി വേളയിൽ നമുക്കെല്ലാവർക്കും ആ ഒരു സങ്കല്പം എടുത്താൽ, അങ്ങനെ ഓരോ ആഴ്ചയിലും 7 ദിവസം ആവർത്തിച്ചിട്ടാണല്ലോ വരിക. ഓരോ തിങ്കളാഴ്ച മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞായർ മുതൽ തിങ്കൾ വരെ 7 ദിവസത്തേക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ ശുദ്ധമായ ശ്രേഷ്ഠമായ ഗുണങ്ങളുടെ സ്വരൂപമായി നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽക്കാരോടൊപ്പം നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ വ്യവഹരിക്കാൻ തുടങ്ങിയ ഗുണങ്ങൾ ദാനം കൊടുക്കുന്ന ദേവിയായിട്ട് നമ്മൾ മാറും. അപ്പം നമ്മൾ ശരിക്കും ശ്രീലക്ഷ്മിയുടെ മക്കളായിട്ട് മാറും. ഗുണങ്ങളുടെ സമ്പത്ത്, സദ്ഗുണങ്ങളുടെ സത്സ്വഭാവങ്ങളുടെ
സംസ്കാരത്തിൻ്റെ ഒരു സമ്പത്ത് നമുക്കുണ്ടോ? ഇപ്രകാരം നമ്മൾ ഈ പൂജാവേളയിൽ ആരംഭിക്കുന്ന നമ്മുടെ വ്രതം ഈ 9 ദിവസം മാത്രമല്ല, ഇപ്രകാരം നമ്മൾ എല്ലാ ആഴ്ചകളിലും ഓരോ ദിവസവും ഈ ഓരോ ഗുണത്തിൽ മാത്രം ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ തന്നെ എന്താ സംഭവിക്കുക? നമ്മുടെ അനേക ദുർഗുണങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ദേഷ്യപ്പെടുന്ന സ്വഭാവം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, മൂഡ് ഓഫ് ആയിരിക്കുന്ന സ്വഭാവം, മുഖം തിരിക്കുന്ന സ്വഭാവം, അഹങ്കാരം കാണിക്കുന്ന സ്വഭാവം, എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ ദുർഗുണങ്ങൾ, ആ ഓരോ ദുർഗുണങ്ങളെയും അസുരന്മാരും ഓട്ടോമാറ്റിക്കലി ഇല്ലാണ്ടാവും. കാരണം എന്താ? നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഇത് ഇന്നത്തെ എൻ്റെ വ്രതമാണ്. ഇപ്പൊ നോക്കൂ, തിങ്കളാഴ്ച വ്രതം നമ്മൾ ആഹാര കാര്യത്തെ പാലിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധ വെക്കില്ലേ? ഇന്നത്തെ ദിവസം ഞാൻ അരിയാഹാരം കഴിക്കില്ല വെച്ചാൽ അരിയാഹാരം കഴിക്കില്ല. ആരൊക്കെ കൊണ്ടൊന്ന് ഓഫർ ചെയ്താലും നമ്മൾ കഴിക്കില്ലല്ലോ. കാരണം എന്താ? വ്രതമാണ്. വ്രതം മീൻസ് ഡിറ്റർമിനേഷനാണ്, ദൃഢതയാണ്. അതേപോലെ ഈ നവരാത്രിക്ക് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നോവൽറ്റി, നവം, പുതുമ, ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? ആ മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ശുഭസങ്കല്പം, ശുഭമായ ഒരു പുരുഷാർത്ഥം, ആത്മീയമായ ഉന്നതിക്കുള്ള ഒരു കൂട്ടായ്മയോടുകൂടിയ പുരുഷാർത്ഥം നമുക്ക് എല്ലാവർക്കും തുടങ്ങാം. വീട്ടിലെല്ലാവരും ചേർന്ന് ആരംഭിക്കൂ. അവരവരുടെ മനസ്സിൽ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ വ്രതം, ഓരോ ഗുണം ഓരോ വ്രതമായിട്ടെടുക്കൂ. അത് മുഴുവൻ ദിവസവും പാലിക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നോക്കൂ, എനിക്കും ഇന്നത്തെ ദിവസം ഈ വ്രതം ഞാൻ പാലിച്ചില്ലേ, വ്രതം മുടക്കിയില്ലല്ലോ. അഥവാ വിപരീത സാഹചര്യം വന്നുവെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സങ്കല്പെടുക്കുക, ഇല്ല ഇന്നത്തെ ദിവസം ഇതെൻ്റെ വ്രതമാണ്. എൻ്റെ അടുത്ത് ആരും മോശമായിട്ട് പെരുമാറിയില്ല, ഇന്നത്തെ ദിവസം ഞാൻ സ്നേഹത്തോടെ പെരുമാറും. കാരണം സ്നേഹിയായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വ്രതം. ഇപ്രകാരം നമുക്ക് ഈ നവരാത്രി ഒരു പുതുമയുള്ള നവരാത്രിയാക്കി മാറ്റി ഈ വ്രതങ്ങൾ, നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ വ്രതങ്ങൾ ഓരോ ദിവസത്തേക്ക് ഓരോ വ്രതം എടുക്കുകയും അത് നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റുകയും ചെയ്താൽ വർഷം മുഴുവൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ സുഖം സ്വയം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് നമ്മുടെ മാറ്റം തീർച്ചയായിട്ടും ഫീൽ ചെയ്യും, അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ആന്തരികമായി നമ്മുടെ ആന്തരിക ലോകത്തിലെ മനസ്സിൽ തന്നെ വളരെയധികം മനോസുഖവും തൃപ്തിയും, ഞാൻ ജീവിതം ജീവിക്കുകയാണെന്നുള്ള ഒരു തൃപ്തി നമുക്കുണ്ടോ? ലൈഫ് നമ്മളൊരു ബീയിങ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടോ? നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണല്ലോ, ആ ബീയിങ് ഫീലിംഗ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഡൂയിങ്സ് മാത്രമേ ഹ്യൂമൻ ഡൂയിങ്സ് ആയിട്ട് മാറി. ആ ജോലി, ഈ ജോലി, മറ്റേ ജോലി. കേവലം കർമ്മം ചെയ്യുന്നവർ മാത്രമല്ല, നമ്മൾ ഒരു ബീയിങ് ആണ്. നമ്മളെല്ലാവരും ആത്മചൈതന്യമാണ്. ശരീരം മാത്രം മെഷീൻ, ഇതിൻ്റെ ഉള്ളിൽ ചൈതന്യമുണ്ട്. ചൈതന്യത്തിലുള്ളത് ഗുണങ്ങളാണ്, വാല്യൂസാണ്. അപ്പോൾ വാല്യുബിളായ ഒരു ജീവിതം നമ്മൾ ജീവിക്കാം, ആ ലക്ഷ്യം വയ്ക്കാം. അതിനുവേണ്ടി അല്പസമയം നമുക്ക് ഏവർക്കും ചേർന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ലക്ഷ്മി ദേവിയുടെ പൂജ, സമ്പത്തിനായി കാലാകാലങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ നവരാത്രി വേളയിൽ സംസ്കാരത്തിൻ്റെ സമ്പത്തുള്ള സർവഗുണസമ്പന്നനായ ശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം, ഐശ്വര്യമുള്ള ഒരു ജീവിതം ജീവിക്കാനായി എനിക്ക് പ്രേരണ കിട്ടിയിരിക്കുകയാണ്. സംസ്കാരത്തിൻ്റെ സമ്പത്ത് തന്നെയാണ് ശ്രീലക്ഷ്മി. ഐശ്വര്യത്തിൻ്റെ ആധാരം ശുദ്ധിയാണ്. ധനവും ശുദ്ധമായ മാർഗത്തിൽ സമ്പാദിക്കണമെന്ന് എനിക്കിപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു.
വിചാരത്തിലും വ്യവഹാരത്തിലും, ആഹാരത്തിലും സംസാരത്തിലും, കൂട്ടുകെട്ടിലുമെല്ലാം ശുദ്ധി വേണം. അഷ്ടശക്തികൾ പോലെ അഷ്ടശുദ്ധികൾ ജീവിതത്തിൻ്റെ ആധാരമാണ്. മനസാ വാച കർമ്മണ ശുദ്ധി നിറഞ്ഞ ജീവിതമാണ് നവരാത്രിയുടെ വ്രതം.